ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന യുവതിയുടെ ആരോപണം നേരിട്ടതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദാപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. എനിക്കിതല്ലേ ഇരുന്ന് സീറ്റിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ മറ്റേ കമ്പിയില്ല അത് പിടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര വേദനയായിട്ടിരിക്കും. പേരൻസ് ആയിട്ട് ഭയങ്കര വേദനയായിട്ട് അപ്പൊ വളരെയധികം വിഷമം തോന്നുന്നുണ്ട്. വളരെയധികം വൈകാരികതയോടെയാണ് ഞാൻ ഇന്നലെ ഈ സബ്ജക്ട് ചെയ്തിരുന്നത്. കാരണം അത്രയധികം ഇമോഷണലായി ആ ഒരു വിഷയം കേട്ടപ്പോൾ. അതായത് കോഴിക്കോടുള്ള ദീപക് എന്ന് പറഞ്ഞ ആ പുള്ളി ആത്മഹത്യ ചെയ്തു എന്ന് കേട്ടപ്പോഴത്തേക്ക് നമ്മളത് റിയാക്ട് ചെയ്യാനിരുന്ന വീഡിയോസ് ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ ആൾക്കാരോട് പറയുകയും ചെയ്തു ഞാൻ അത് വീഡിയോ ചെയ്യുന്നുണ്ടെന്നൊക്കെ. അപ്പൊ അങ്ങനെ വീഡിയോ ചെയ്യാനിരുന്നപ്പോഴത്തേക്ക് പിറ്റേ ദിവസമാണ് ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുന്നത്. വളരെ ഷോക്കിംഗ് ആയിപ്പോയി. ഇതിന് കാരണക്കാരിയായ ഷിംജിത. അപ്പം ഇന്നലെ തന്നെ ഏഷ്യാനെറ്റില് ഒരു ഷിംജിതയുടെ ഭാഗം പറഞ്ഞുകൊണ്ട് അവള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇവരോട് വളരെ അറപ്പും വെറുപ്പുമാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഷിംജിതയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേറെ ഒരു മുതുകാലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പേരാണ് ശ്രീലക്ഷ്മി അറക്കൽ. എന്താണെന്ന് അറിയത്തില്ല. അപ്പം എല്ലാത്തിനും ഫെയിമിന് വേണ്ടിയാണ് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ അവളും പൊങ്ങി വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുഴു വിഷം. അപ്പം ഞാനിപ്പോ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദീപകിന്റെ വീട്ടില് വളരെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു ഇന്നലെ കണ്ടത്. എനിക്ക് വളരെയധികം വിഷമം തോന്നി. അതുപോലെ തന്നെ ഈ ഷിംജിതയുടെ ഇന്നലത്തെ റെസ്പോൺസും കൂടെ കണ്ടപ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല. ഇന്നലെ വീഡിയോ ചെയ്തിട്ട് മതിയായില്ല. അവളെ 2 പറഞ്ഞിട്ട് 10 പറഞ്ഞിട്ട് മതിയായില്ല. അതുകൊണ്ടാണ് വീണ്ടും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ദീപക് എന്ന് പറഞ്ഞ വ്യക്തിക്ക് നീതി ലഭിക്കണം. അവളിപ്പോ എന്താണ്ടോ ദുബായിലോട്ട് കയറാൻ പോകുന്നു എന്നൊക്കെ, അവിടെ കൂടെ മുങ്ങാൻ പോകുന്നു എന്നൊക്കെ ഒരു ഗ്ലോസിപ്പും കാര്യങ്ങളൊക്കെ കേട്ടു. സത്യമാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം എന്തായാലും അവൾ ഇന്നലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ആണ് ഇവിടെ പറയാനുള്ളത്. കേട്ടു നോക്കാം. പറഞ്ഞു. അതേസമയം ദീപക് ബസ്സിൽ വെച്ച മോശമായ രീതിയിൽ സ്പർശിച്ചെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് യുവതി. ഇക്കാര്യം അന്ന് തന്നെ വടകര പോലീസിനെ ഫോണിലൂടെ അറിയിച്ചിരുന്നതായും യുവതി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഇറങ്ങുന്ന സമയത്ത് അയാളെ പുറകിൽ ഞാനുണ്ടായിരുന്നത്. അപ്പം നേരെ എന്റെ മേലിൽ അയാളെ കൈ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. അങ്ങനെ ചെയ്തു. അപ്പൊ അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു. പിന്നെയും അയാളത് ചെയ്തു. ഇങ്ങനെ ആ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പൊ ഈ അയാൾ ഇറങ്ങി ഓടി എന്ന് പറയാൻ പറ്റില്ല, സ്പീഡിൽ അങ്ങ് നടന്നു. അപ്പൊ എന്റെ പുറകിലുണ്ടായിരുന്ന വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുറെ നേരമായിട്ട് അയാൾ ഇങ്ങനെ എന്തോ ഒരു ചെയ്തുകൊണ്ടിരിക്കുക. അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓണാക്കിയത്. എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അയാള് പെട്ടെന്ന് ഇറങ്ങി നേരെ അങ്ങ് നടന്നു കളഞ്ഞു. പിന്നെ ഞാൻ അയാൾ പുറകെ ഒന്നും പോയിരുന്ന 2 വീഡിയോ ഉണ്ടായിരുന്നു. അത് 2 കൂടെ ചെറിയ ഷോർട്ട് ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റിയിൽ ഇനി നിങ്ങൾ പറയൂന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ടായത്. ഞാൻ അത് കഴിഞ്ഞ ഉടനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് പരിചയമുള്ള പോലീസ് ഉണ്ട്, അവരെ വിളിച്ചു. അവർക്ക് ഒരു കൂസലുമില്ല. ഇവള് കാരണമാണ് ഇങ്ങനെ ഒരു വ്യക്തിയുടെ ജീവൻ പോയെന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു വിഷമവും ഇല്ല. ഇവർക്കൊക്കെ ചോറ് കഴിച്ച തൊണ്ടയ്ക്ക് താഴോട്ട് ഇറങ്ങുമെന്ന് എനിക്കറിയത്തില്ല. ഒരു മനസ്സാക്ഷി കുത്തുന്ന പറഞ്ഞ സാധനമില്ലാത്ത ഒരു അവതാരമാണ് ഇവള്. അതുപോലെ തന്നെ ഇന്നലെ അവരുടെ വീടുകളിൽ ചടങ്ങിൽ നടന്ന അവർ അച്ഛനും അമ്മയും ദീപകിന്റെ അച്ഛനും അമ്മയും കരയുന്ന കണ്ടിട്ട്, സുഹൃത്തുക്കൾ അടക്കം എല്ലാരും കരയുന്ന കണ്ടിട്ട് നമ്മൾ തന്നെ നമ്മുടെ ആരുമല്ല. പക്ഷെ എനിക്കെന്തോ ഒരു നെഞ്ചിനകത്ത് ഭയങ്കര ഭാരം പോലെയാണ്. എനിക്ക് അയാളെ അറിയത്തില്ല, ദീപക് എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. 10 പറയണം, റീച്ചിനോ കാര്യങ്ങൾക്കോ വേണ്ടി ഒന്നുമല്ല, പൈസക്ക് വേണ്ടി ഒന്നുമല്ല. എന്താണെങ്കിലും ഇത് നീതി ലഭിക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ പോയ പോലെ അങ്ങനെ ഒരു വൈകാരികമായിട്ട് എന്തോ ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം വൈകാരികമായിട്ട് ഈ വിഷയം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഇവള് എന്തൊരു ലേഡിയാണ് അറിയില്ല. നമുക്ക് നിൽക്കാൻ കഴിയില്ല, എന്റെ മുത്തില്ലാതെ ജീവിക്കാൻ കഴിയില്ല, നമുക്ക് അറിഞ്ഞൂടെ എന്റെ കുട്ടീന്റെ മുഖത്തെ മാറിപ്പോയല്ലോ. എന്തിനു ഭാവിച്ചു മാതാപിതാക്കളെ ജീവിച്ചിരിക്കും അവരുടെ മുന്നിൽ സ്വന്തം മക്കളെ ചേതനയേറ്റി പോകുന്ന ഒരു നിമിഷം അതായിരിക്കും ഒരു അച്ഛനും അമ്മയ്ക്കും താങ്ങാൻ കഴിയാത്ത ഏറ്റവും വലിയ ഒരു സങ്കടകരമായ കാര്യങ്ങൾ. കാരണം അവർ ഇതുവഴി ജീവിച്ചു വന്നതിലെ പ്രതിസന്ധിയിൽ അവർ ഒരുപാട് കാര്യങ്ങൾ തരണം ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ ഈ ഒരു കാര്യം അവർക്ക് ഏതാണ്ട് ഒറ്റൊരു മകനാണ്. ദീപക് എന്ന് പറഞ്ഞ 42 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. ഇയാളെ ഡിവോഴ്സ് ചെയ്യാൻ ഒരു പെൺകുഞ്ഞുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇത് ആർക്ക് പോയി? ആ പെൺകൊച്ചിനല്ലേ? അതിന്റെയൊക്കെ മനസ്സിൽ എന്തുമായിരിക്കും? എന്റെ അച്ഛൻ ഒരു നിരപരാധിയായിട്ടുള്ള എന്റെ അച്ഛനെ ഒരുത്തി കാരണം, ഒരു പെണ്ണ് കാരണം ഇന്ന് ഈ ജീവിതത്തിൽ നിന്ന്, ഈ ലോകത്ത് നിന്ന് തുടച്ചു മാറ്റിയിരിക്കും. എന്നിട്ട് അവർക്ക് ഒരു കുലുക്കവുമില്ല, ഒരു കൂസലുമില്ല. ആ മാതാപിതാക്കളുടെ കണ്ണീരിന്റെ ശാപം, ഈ നാട്ടുകാരുടെ ശാപം, അതുപോലെ തന്നെ ഈ ലോകത്തിൽ, ഈ ഇന്ത്യയിൽ എമ്പാടുമുള്ളവർ, എവിടെയൊക്കെ മലയാളികൾ
താമസിക്കുന്നുണ്ടോ അവരുടെ എല്ലാവരുടെയും ശാപം, നീ മുടിഞ്ഞു പോണം, നീ പുഴുത്തേ ചാവുള്ളൂ ഓരോ ബ്ലോഗേഴ്സും, ഞാൻ കാണുന്ന ഓരോ റിയാക്ഷൻ വീഡിയോസും, റിയാക്ട് ചെയ്യാത്തവർ കുറെ അധികം ആൾക്കാർ പുതിയതായിട്ട് വീഡിയോസ് ഇടുന്നുണ്ട് ഇവർക്ക് വേണ്ടി 4-10 പറയാൻ വേണ്ടിയിട്ട്. അവർ വരെ നീ പുഴുത്തേ ചാവുള്ളടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ ഇവിടെ അക്കൗണ്ട് കയറി നോക്കിയ സമയത്ത് ഏതാണ്ട് 14,500 സംതിങ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഏഷ്യാനെറ്റിന്റെ ന്യൂസ് വന്ന സമയത്ത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തുകൊണ്ട് കമന്റ് ഇടാമെന്ന് കരുതി നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആകുന്നു. പിന്നെ ഇന്ന് രാവിലെ നോക്കിയപ്പോഴത്തേക്ക് അത് വീണ്ടും ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഏതാണ്ട് 10,300 സംതിങ് ഫോളോവേഴ്സ് ഇപ്പം നിലവിലുണ്ട്. അപ്പം ഒരു കാര്യം ഉറപ്പാണ്, ഇവർക്ക് എന്താണ് റീച്ച് ആണ് മുഖ്യം. അതുകൊണ്ട് തന്നെയാണ് ഇവൾ എന്താണ് ആ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തത്. കാരണം ഓരോരുത്തർ ഇങ്ങനെ അൺഫോളോ അടിച്ച് റിപ്പോർട്ട് അടിച്ച് ഇറങ്ങുവാണ്. അപ്പൊ ആ ഒരു അക്കൗണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവള് ഇതെന്ത് ചെയ്തത്, ഡീആക്ടിവേറ്റ് ആക്കി വെച്ചിരുന്നത്. ഇന്ന് അത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഒരു ഉളുപ്പും ഇല്ലാത്ത ഇവിടെ ഒരു മനുഷ്യഗണത്തിന്റെ കൂടെ പോലും കൂട്ടാൻ പറ്റാത്ത ഒരു നശിച്ച ഒരു സാധനം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നശിച്ചൊരു സാധനം. അപ്പൊ ഇവിടെ പറ്റി ഇവിടെ നാട്ടുകാർക്ക് തന്നെ ഒരു മടുപ്പുമില്ല. ഇവിടെ ഭർത്താവുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് ഇവിടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ ഒരു പെണ്ണുങ്ങളുടെ ഒക്കെ ഒരു വിചാരമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരു ഏതെങ്കിലും പുരുഷന്മാരിൽ നിന്നോ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നോ അങ്ങനെ ആരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. അതാണ് നിങ്ങളുടെ എല്ലാം കുഴപ്പം. എന്നിട്ട് നിനക്ക് അങ്ങനെ ഒരു ഇതുണ്ടായി, നിനക്ക് നിന്റെ ഭർത്താവിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അല്ലെ നിന്റെ അച്ഛനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അല്ലെ നിന്റെ ആങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കൂടി ഇതിന്റെ ഫ്രസ്ട്രേഷൻ എല്ലാം കൂടെ നാട്ടുകാരുടെ നെഞ്ചത്തോട്ട് കയറ്റുകയല്ല നീ വേണ്ടുന്നത്. അതാദ്യം മനസ്സിലാക്കണം. ഇനിയിപ്പം പുരുഷന്മാർക്ക് ഇവിടെ ജീവിക്കണ്ടേ, അവരിനി എങ്ങനെയാണ് നടക്കേണ്ടത്? അപ്പൊ അതൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു ചേച്ചി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ വിഷയത്തിൽ എന്താണ് സംസാരിക്കേണ്ടത് എനിക്കിനി അറിയത്തില്ല. ഞാൻ ടോട്ടലി ബ്ലാങ്ക് ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഇന്നലത്തെ ആ ഏഷ്യാനെറ്റിനോട് പ്രതികരിച്ച പ്രതികരണം കൂടെ കേട്ടപ്പോഴത്തേക്ക് ഇവിടെ നേരി കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറി വിടാമായിരുന്നു എന്ന് വരെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നിയ വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ഡിബേറ്റിംഗ് കാണുന്നവരെ ബൈ.